So good morning everyone, 28th of August ആണ്. സമയം ഓൾമോസ്റ്റ് 9 മണിയാവാറായി. നല്ല ലേറ്റായി. ഇന്ന് നമ്മൾ ഹാൻഡിലേ പിടിക്കാതെ ഡയറക്റ്റ്ലി ഉംബ്ലിംഗ്ല പോവാണ്. സോ കുറേ നാളത്തെ വളരെ മോശമായ കാലാവസ്ഥയൊക്കെ ശേഷം ടുഡേസ് ഡേ വി ആർ അറ്റംപ്റ്റിംഗ് ദി ഗ്രാൻഡ് സമ്മിറ്റ് ഓഫ് ഉംബ്ലിംഗ്ല. 6 മണിക്ക് പോകണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ 5 മണിക്കൊട്ട് ഭയങ്കര പവർ കട്ടൊക്കെ ആയിരുന്നു. സോ ഫൈനലി ഐ എം ഗെറ്റിംഗ് എ ചാൻസ് റൈറ്റ് നൗ. ഒരു 9 മണിയൊക്കെ ആവുന്നു ടു ലീവ് ഫ്രം ഹിയർ. So see you directly on the road now, not wasting much of time. 6 मणिक्കൂർ राइडिंग ഉണ്ട്, so getting there very fast. बहुत धन्यवाद, बहुत अच्छा लगा आपसे मिलकर. शायद अभी ना मिल पाऊँ, लेकिन शायद मिल भी पा सकता हूँ. फोटो फोटो अरे हेलमेट पहनने के बाद फोटो अच्छा नहीं लग रहा है. Let's get going. ना खाना all the best. നീ വല്ല ബാംഗ്ലൂരിൽ പോയി പണിയെടുക്ക്. So that's it guys, 9 മണി എക്സാക്റ്റ് ആയി കേട്ടാ. Now we are starting the journey and the journey is all the way to Somoriri അല്ല, the journey is all the way to ഉംബ്ലിംഗ്ല ടോപ്പാണ്. നമ്മൾ സമയം കളയുന്നില്ല. താങ്ക് യു. സോ നമ്മൾ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ വന്നിട്ട് നല്ലപോലെ റെസ്റ്റ് എടുത്തു. വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ നല്ല പണി കിട്ടിയേനെ, പക്ഷേ ഇവിടെ ആയതുകൊണ്ട് ഒരു സുഖമായിട്ട് റെസ്റ്റൊക്കെ എടുത്തു. സ്റ്റാർട്ട് ഇഷ്യൂസ് ഉണ്ട് വണ്ടിക്ക്. ഇനി തൊട്ട് ഇൻസ്റ്റാ360 ഈ ഒരു പൊസിഷൻ മാത്രമേ ഉള്ളൂ. നല്ല കഷ്ടപ്പെട്ട് നല്ല പുതിയ ക്ലാമ്പെല്ലാം വാങ്ങിച്ചതാണ്, മഴയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. സോ നമ്മൾ റെഡിയായി, ലൈനപ്പ് ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് ഗോയിങ്. സോ ഋത്വിച്ചും ഞാനും റെഡിയായി യാത്ര തുടങ്ങാൻ. ആൻഡ് ടൈം ടു ഗോ. ചലോ ഋത്വിച്ച്, ലെറ്റ്സ് ഡു ഉംബ്ലിംഗ്ല. മനോഹരമായ ലേ നഗരം പിന്നെയും കുറേ നാളുകൾക്ക് ശേഷമാണ് കുറച്ചെങ്കിലും ഇവിടെ വെയിലുണ്ടായത്. അവസാനം ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഹാവ് റിസ്യൂം. എയർ ഇന്ത്യയെ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് മുമ്പ് ഒരു ഇൻഡിഗോയും കണ്ടു ഞാൻ. പിന്നെ ഒരു സ്പൈസ് ജെറ്റാണോ വിസ്താരമാണോ അതിൽ അവിടെ കിടപ്പുണ്ട് പറഞ്ഞു. സോ ഫ്ലൈറ്റുകളൊക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞു. എനിക്ക് ഓൾമോസ്റ്റ് 5 days. ശരി എന്നാ കാണാം. സീ യു അണ്ടിൽ ദ നെക്സ്റ്റ് ടൈം. ശരി എന്നാ വിടാം. നമുക്ക് വിടാം. നമുക്ക് വിടാം. സോ എയർ ഇന്ത്യ കാണുന്നുണ്ട്, അതുകൂടാതെ ഇൻഡിഗോ ഉണ്ട്, വിസ്താരം ഉണ്ടെന്ന് തോന്നുന്നു. സോ 5 ദിവസത്തേക്ക് ഓൾമോസ്റ്റ് ഒരു ഫ്ലൈറ്റും ഇല്ലായിരുന്നു ഇവിടെ. അത്രയും മഴയും പാസസിൽ മുഴുവൻ മഞ്ഞും ഒന്നും പറയണ്ട, വളരെ മോശമായ ഒരവസ്ഥയിലായിരുന്നു. ഇനിയോ നമ്മളിപ്പോൾ യാത്ര തിരിച്ചു കഴിഞ്ഞിരിക്കുന്ന സമയം 9:15. ഒന്നും പറയണ്ട, ഭയങ്കര ലേറ്റായി. ഇന്ന് ഏത് സമയത്താണ് ഒന്നിലെങ്കിലും എത്താൻ പോകുന്നത്. ഇന്ന് നല്ല പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, നല്ല റൂട്ട് വഴിയായിരുന്നു നമ്മൾ പോകാനുള്ള ഉദ്ദേശമായിരുന്നു. ലൈക്ക് അലോങ് ദ ചൈന ബോർഡർ, ഇൻഡസ് റിവർ ആൻഡ് എവറിത്തിങ്. പക്ഷേ ഇതൊന്നും നടക്കും തോന്നുന്നില്ല. സോ ആദ്യത്തെ കാരണം നമുക്ക് കുറച്ച് പെട്രോൾ അടിക്കാം. പവർ മാറണ പോയി. പവർ 95. 10 രൂപയുടെ ഫ്യൂവൽ അടിച്ചു കഴിഞ്ഞു നമ്മൾ. ഞാൻ 3 ലിറ്റർ ക്യാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തും കുറച്ച് എക്സ്ട്രാ ഫ്യൂവൽ അടിച്ചു. വണ്ടിക്കും കുറച്ച് എക്സ്ട്രാ. എല്ലാം കൂടെ അവസാനം ഒരു 6.52 ലിറ്റേഴ്സാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. അവൻ അടിച്ചിട്ടുണ്ട്. അവൻ അവൻ്റെ ഫ്യൂവൽ ടാങ്കിൽ എക്സ്ട്രാ ഫ്യൂവൽ ക്യാരി ചെയ്യുന്നു. ബിക്കോസ് ന്യോമ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്രോളൊന്നുമില്ല ഉംബ്ലിംഗ്ല കയറാൻ. സോ ന്യോമയിൽ ഇനി ഒന്നുകൂടെ പെട്രോൾ അടിക്കും നമ്മൾ. അത് ജസ്റ്റ് ടോപ്പപ്പ് ചെയ്യും. ന്യോമ തന്നെ ഓൾമോസ്റ്റ് 200 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അത് ആ സമയത്ത് ഒരു പെട്രോൾ അടിക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ അടിക്കാൻ പോകുന്ന പെട്രോൾ ഈ ഫ്യൂവൽ റിസർവിലായിരിക്കും ബാക്കി യാത്രയൊക്കെ തിരിച്ച് ചെയ്യാൻ പോകുന്നത്. So all these calculations have to be done when you are traveling in Ladakh because fuel stations വളരെ കുറവാണ്. സോ അങ്ങനെ പെട്രോൾ പമ്പിൽ ഇവിടെ പറയാണ് നോ എൻട്രി. क्या बोल रहे मैम? Oh, we have to go to Nyoma side. How can we go? We have to go to Nyoma side. Okay. आप नीचे से भी जा सकते हो. Okay, Hall of Fame side से. ഓക്കെ ടീക്ക്, താങ്ക് യു. സോ VIP മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഈ ഡയറക്ഷൻ പെർമിറ്റഡ് അല്ലാന്ന്. കുഴപ്പമില്ല, കറങ്ങി പോകേണ്ടി വരും കുറച്ച്, ചെയ്തിട്ട് പോകാം നമുക്ക്. സോ ഹിയർ വി ഗോ. ലേ നഗരം പിടിയാണ്. എന്നാൽ മനോഹരമായ മലകളാണ് നോക്കി. എൻ്റെ മേളിൽ മേഘങ്ങളിങ്ങനെ മഴ പെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ ഉണ്ട്. അതുപോലെ ഇരിപ്പുണ്ട് അല്ലേ, വെയിറ്റിംഗ് ടു റെയിൻ ഔട്ട്. 10 minutes later. ദൂരം വന്നപ്പം നല്ലൊരു ട്രാഫിക് ജാമിൽ പെട്ടിരിക്കുകയാണ്. ഇതാ ആ സൈഡിൽ മാത്രം ട്രാഫിക് ഉള്ളൂ, ഈ സൈഡിൽ ട്രാഫിക് പോകുന്നില്ല. ഹിസ് ഹോളിനസ് ദലൈലാമ ജി ഇപ്പം ലേയിലുണ്ട്. ആളുടെ എങ്ങാണ്ട് മൂവ്മെൻ്റ് ആണെന്ന് തോന്നുന്നു.
സോ അദ്ദേഹം ഇനി ഇവിടുന്ന് ഫ്ലൈ ഔട്ട് ചെയ്യാത്ത വരെ എനിക്ക് തോന്നുന്നു കുറേ നേരം ട്രാഫിക് ജാം ആയിരിക്കും. നമുക്ക് പോകേണ്ടത് നാഷണൽ ഹൈവേ 1 ടുവേർഡ്സ് ന്യൂമ ആൻഡ് ദെൻ ഹാൻലെ. ഇപ്പം നടക്കുന്നൊന്നും തോന്നുന്നില്ല. ഇപ്പം തന്നെ സമയം 4:15 കാണിക്കുന്ന ന്യൂമ തന്നെ. അപ്പം ഉംലിംഗ്ല സബ്മിറ്റ് ചെയ്യുന്ന വലിയൊരു സംശയമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എനിവേ വി വിൽ സി. നല്ലൊരു സ്പീഡൊക്കെ പിടിക്കാൻ പറ്റുന്ന നല്ല റോഡാണെന്ന് ഞാൻ കേട്ടത്. ഇതൊക്കെ നമ്മൾ കത്തിച്ച് മുമ്പോട്ടങ്ങ് പോകും. ദാറ്റ് ഇസ് ദ പ്ലാൻ. കാരണം ഞാൻ ആ ട്രാഫിക് ജാമിൽ നിന്ന് ഇറങ്ങി കുറച്ച് പ്രസൻസ് ഓഫ് മൈൻഡ് കാണിക്കും. ഞാനൊരു വണ്ടിക്കാരോട് വന്ന് മാറിപ്പോയി. അങ്ങനെ മാറി അതോടെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് ഒറ്റ വീടല്ലായിരുന്നു. ഇപ്പോഴും എല്ലാ സൈഡിലും ട്രാഫിക് ഉണ്ട്. ഇവിടെയുണ്ട്, അപ്പുറത്തും ഉണ്ട്. ദലൈലാമാജി കാരണം ഇവിടെ ലഡാക്കിൽ നിന്ന് സ്റ്റാൻഡ് സ്റ്റില്ലിൽ എത്തിയിരിക്കുകയാണ്. സോ നമ്മൾ ഇപ്പം നാഷണൽ ഹൈവേ 1 ആൻഡ് വി ആർ പാസിംഗ് ബൈ എ പ്ലേസ് കോൾഡ് ഷേ, SHEY. സോ ഷേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ ടിബറ്റൻ രാജാക്കന്മാരുടെ ഒരു കൊട്ടാരമൊക്കെ ഉണ്ട്. നേടിയിരിക്കുന്നുണ്ടാ. I don't know if you can see it, but there's a lot of trees around here. അവിടുന്ന് കാണാൻ പറ്റും, നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. കറക്റ്റ്. സോ ഇതാണ് ഇതാ ഷേ മോണസ്ട്രിയും ഷേ പാലസും കാര്യങ്ങളൊക്കെ ഇതാ മേളിൽ കണ്ടില്ലേ. ഇതാണ് സ്ഥലം. ഇവിടെ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. പല പേര് ഇവിടെയൊക്കെ വരാറൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് സമയമൊന്നും ഇല്ലാത്തതൊക്കെയുണ്ട്. വി ആർ ജസ്റ്റ് സ്കൂട്ടിങ് ഓഫ്. ഇന്ന് ഡ്രോൺ പറത്താൻ പറ്റുന്നുള്ള സമയം പോലും ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ് ഐ എം ജസ്റ്റ് ഗോയിങ് ടു ട്രൈ ഇറ്റ് ടുഡേ. സോ ദിസ് ഇസ് ദ ഷേ ഏരിയ ആസ് ഐ ടോൾഡ് യു. ഷേ പാലസ് ഇതാ കണ്ടില്ലേ. ബ്യൂട്ടിഫുൾ ഷേ പാലസ്. അടിപൊളി. ആർക്കെങ്കിലും ഇവിടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ഷുഡ് കം ഹിയർ ആൻഡ് ഹാവ് എ ലുക്ക് ഇൻസൈഡ്. കുറേ ആർട്ടിഫാക്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പണ്ട് ഞാനുള്ള എനിക്ക് പിന്നെയും പോകാനുള്ളൊരു താല്പര്യമില്ല. കണ്ടില്ലേ. ലെറ്റ്സ് ഗോ ഫ്രം ഷേ നൗ. കാറു എത്തണം. കാറു എത്തിയിട്ട് നമ്മൾ ഉപ്ഷി റൂട്ട് പിടിച്ചാണ് ന്യൂമായി പോകാൻ പോകുന്നത്. ന്യൂമായി പോയിട്ട് വേണം നമുക്കൊന്ന് ഫുഡ് കഴിക്കാൻ. ആൻഡ് ഐ ഹോപ്പ് ദ റോഡ് ഇസ് ലൈക്ക് ദിസ്. എനിക്ക് കിട്ടിയ ഇൻപുട്ടിന് റോഡ് ഇസ് വെരി ഗുഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഇത് വരുന്ന വഴിക്ക് ഉള്ള സ്ഥലമാണിതാ. ഇതാണ് റാൻചോ വിസിറ്റർ സെൻറ്റർ ആൻഡ് കോഫി ഷോപ്പ്. ഒരു 9 മണി തൊട്ട് 7 മണിക്ക് വരാൻ പറ്റത്തുള്ളൂ. തിരിച്ചു വരുന്നത് നമ്മൾ. സോ ആ സമയത്ത് ഞാൻ ഈ സ്പോട്ടിലെല്ലാം കയറുന്നതായിരിക്കും. എന്തായാലും ആ സമയം നല്ല സമയം കിട്ടും നമുക്കിതെല്ലാം കാണാൻ. ഇപ്പം നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടിട്ട് പോവാം. എനിക്ക് ഈ സ്ഥലത്ത് വരണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സമയം ഉള്ളത് കൊണ്ട് നമ്മുടെ റുത്വിറ്റ്സിൻ്റെ വരാൻ വേണ്ടി. അതുകൊണ്ട് ഞാനിപ്പം റാൻചോ സ്കൂളൊക്കെ ഒന്ന് കണ്ടിട്ട് ജസ്റ്റ് ഒരു ഓടിച്ച് കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിക്കുന്നു. ഇതൊരു സ്കൂൾ തന്നെയാണ്. ആ സിനിമയ്ക്ക് വേണ്ടി ഇവരങ്ങ് അഡോപ്റ്റ് ചെയ്യുമായിരുന്നു ഈ ഒരു സ്ഥലം. സോ നോ എൻട്രി വിത്തൗട്ട് പെർമിഷൻ ആൻഡ് ഓൾ ദാറ്റ്. ഓക്കെ, കുഴപ്പമില്ല. വി വിൽ നോട്ട് എൻറ്റർ. സോ ഇവിടെ എന്തൊക്കെയോ കുറേ വർക്ക്സൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നൈസ്. ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു ഈ സ്ഥലം. ഒരു വലിയ ഫേമസ് മൂവിയായിരുന്നു ഈ 3 Idiots ഹിന്ദിയിൽ. സോ അതിൻ്റെ റാൻചോസ് കാഫെയാണ്. തിരിച്ചു വന്നിട്ട് ഞാൻ ഈ കാഫെ വന്നിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ അടിക്കും. അപ്പോൾ എന്തായാലും തൽക്കാലം ഞാനൊരു റാൻചോ സ്കൂളുമായിട്ടൊരു സെൽഫിയൊക്കെ അടിച്ചതിന് ശേഷം സ്ഥലം വിടുക. ഇൻസ്റ്റഗ്രാമിലിടാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അതിന് വേണ്ടി മാത്രം. ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം യാത്ര നമ്മൾ തുടരുകയാണ്. ഓൾ ദ വേ ടു കാറു പോയി കഴിഞ്ഞ ശേഷം ചായ കുടിക്കാം. കാറുവിന് ശേഷം ന്യൂമയിൽ നമ്മൾ ഒരു പ്രോപ്പർ ലഞ്ച് കഴിക്കേണ്ടി വരും. ബിക്കോസ് വി ആർ വെരി വെരി ഹംഗ്രി നോ. ഈ കാണുന്ന സാധനമാണ് തിക്സേ മോണസ്ട്രി. നമ്മൾ ഒരു ഓൾമോസ്റ്റ് 20 കിലോമീറ്റേഴ്സിൻ്റെ അർത്ഥമുണ്ട്. വി ആർ കം ഫ്രം ലേ. തിക്സേ മോണസ്ട്രി നല്ലൊരു ബ്യൂട്ടിഫുൾ മോണസ്ട്രിയാണ്. ഇവിടെ ഞാൻ പോയിട്ടില്ല, പക്ഷേ എന്തെങ്കിലും ഒരിക്കലും പോകണമെന്നുണ്ട്. സോ മേ ബി റിട്ടേൺ ജേർണിയിൽ തിക്സേയും റാൻചോ സ്കൂളൊക്കെ ഞാൻ കവർ ചെയ്യും. ഇസ് ദ തിക്സേ മോണസ്ട്രി? തിക്സേ മോണസ്ട്രി, യാ, ഐ എം ക്വൈറ്റ് ഷുവർ. സോ ലെറ്റ്സ് ഗോ. കുറേ ദൂരം ഇനി പോകാണ്ട്. 15 കിലോമീറ്റർ ഉണ്ട് കാറു മാത്രം എത്താൻ. കാറുവിൽ നിന്ന് പിന്നെയും ഉണ്ട് ഓൾമോസ്റ്റ് 150-160 കിലോമീറ്റേഴ്സ് ഓൺ ദിസ് റോഡ്. നമ്മളിപ്പോൾ കാറു എന്ന് പറഞ്ഞ ചെറിയൊരു ടൗണിലേക്ക് എത്താൻ പോവാണ്. ഇവിടെ നല്ലപോലെ മണ്ണിടിച്ച് നടന്ന സ്ഥലമാണ്. ചിലയിടത്തൊക്കെ വാൾ കെട്ടിയിട്ടുണ്ടെങ്കിലും കെട്ടാത്ത സ്ഥലത്തൊക്കെ നല്ല വലിയ വലിയ പാറകളൊക്കെയാണ് റോഡിൽ വന്ന് വീണിരിക്കുന്നത്. വെരി വെരി വിയേർഡ് ടൈം ടു ബി ആക്ച്വലി ഇൻ ലഡാക്ക്. ആക്ച്വലി ഇത് കാരണം ഒരു നല്ലൊരു ലഡാക്ക് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. ട്രക്കിലൊക്കെ വണ്ടി കയറ്റി കൊണ്ടുവരിക എന്നുള്ളത്. അല്ലെങ്കിൽ എല്ലാവരും ഇതുപോലെ ബൈക്കൊക്കെ ഓടിച്ച് എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോകും. എന്ത് പ്ലാൻ ചെയ്യുന്നു അടുത്ത ദിവസം തന്നെ അത് അവതാളത്തിലാവും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വെൻ യു കം റൈഡിങ് ഇൻ ടു ലഡാക്ക്. കാറു ടൗൺ ആ റൂട്ട് എടുക്കുവാണെങ്കിൽ വി വിൽ ബി ഗോയിങ് ടു ചാങ്ല പാസ് ഫോളോഡ് ബൈ പാങ്ങോങ് സോ. എൻ്റെ അമ്മോ, ഇതെന്തൊന്ന് കുളവാ. ഈ റൂട്ട് എടുക്കുന്നതുകൊണ്ട് നമ്മൾ പോകാൻ പോകുന്നതാണ്
ന്യോമ, സുമോറിരി, പുക വാലി, ഹാൻലെ, ഉംലിംഗ്ല ഈ പറഞ്ഞ സെക്ടറിലൊക്കെ പോകണമെങ്കിൽ ഇതാ ഈ ഒരു റോഡ് എടുക്കണം. ഉപ്ഷി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. ലുക്ക് അറ്റ് ദിസ് മാഗ്നിഫിസൻറ്റ് വ്യൂ ആൻഡ് ദ റോഡ്സ്. അതുകൊണ്ട് സ്വിറ്റ്സർലാൻഡിലൊക്കെ വണ്ടി ഓടിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ്. 5 കിലോമീറ്റർ ഉപ്ഷി മൈൽ സ്റ്റോൺ ഇപ്പോൾ കണ്ടതേ ഉള്ളൂ. ആൻഡ് ബ്യൂട്ടിഫുൾ സൈറ്റ് ആൻഡ് ഫാന്റാസ്റ്റിക് റോഡ്സ്. Hanging on, walking tall. Some days I got no use for it all. Working hard, making less. Some days are bad, bad at best. ഗൈസ് പെട്ട് കേട്ടാ, വണ്ടി പോലീസ് പിടിച്ച്. ഇതാ ഇരിക്കുന്നു പോലീസ്, വണ്ടി ഇതാണ് അവരുടെ മുമ്പിൽ ഇരിക്കുന്നു. നല്ല പണി കിട്ടി, ചുമ്മാ പറഞ്ഞ. ഇവിടെ ഒരു പോലീസ് ചെക്കിംഗ് ഉണ്ട് ഉപ്ഷി ചെക്ക് പോസ്റ്റിൽ, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കിട്ടി ഒരു കുറച്ച് സമയം ഇവിടെ ഇരിക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം. ഒരു ബ്രെഡ് ഓംലെറ്റ്, ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് എനർജൈസ് ആയിട്ട് നമുക്ക് ഇന്ന് ഉംലിംഗ്ല കയറാം. വേറൊരു തമിഴ് ഗ്രൂപ്പിനെയും കിട്ടിയിട്ടുണ്ട്. അവർ ഞാൻ അന്ന് വാരില കയറുന്നതെന്ന് അവർ കണ്ടതാണ്. അപ്പം അവരിന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരിന്ന് ഉംലിംഗ്ല കയറുന്നുണ്ട്. സോ എല്ലാവരും ഉംലിംഗ്ല കയറുന്നുണ്ട്. നമുക്ക് കുറച്ച് കമ്പനി ഉണ്ട്. ബ്രെഡ് ഓംലെറ്റ് ആണ്, ഒരു ഡ്രിങ്കും കുടിച്ചു. ഇതുപോലത്തെ നാട്ടിലൊക്കെ വന്നതിന് ശേഷം നമ്മൾ വേറെ എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ട് ആഹാരം കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വയറ് കേടാവും. സോ നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന ബേസിക് ഫുഡ് എന്താണോ അത് കിട്ടിയില്ലെങ്കിൽ എന്താണോ വളരെ ബേസിക് ഫുഡ്, അതായത് ബ്രെഡ് ഓംലെറ്റോ ഇല്ല ചില പക്ഷേ പോഹയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം. സോ നമുക്കിവിടെ നിന്ന് ഇറങ്ങാം. ഇവിടുന്ന് സോമൂരി 173, 173, സർച്ചു 202 ആൻഡ് പാങ്സ് 127 കിലോമീറ്റേഴ്സ് അവേ. ഇത് മണാലി റൂട്ട്, ചണ്ഡീഗഡ്, സർച്ചു, ടാങ്ലാംഗ്ല ഈ റൂട്ടിൽ പോകണം. അവിടെ പോകും. നമുക്ക് പോകേണ്ടത് ഈ റൂട്ടാണ്. ലെറ്റ്സ് ഗോ. സോ സമയം 11:20 നമ്മൾ one of the most beautiful stretches in the Ladakh region കൂടെ വണ്ടി ഓടിക്കുകയാണ് ഗൈസ്. and I'm telling you, I've been never so happy riding in Ladakh in terrains apart from ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആക്ച്വലി. അതായത് ഐ നെവർ കം ടു ദിസ് സെക്ടർ. ഞാൻ പണ്ടൊക്കെ വന്ന സമയത്ത് ചൊല്ലി പാങ്ങോങ് സോ, ചാങ്ല, കയറുക ഇറങ്ങുക, കുറേ ഓഫ് റോഡുകളും ഇത് മാത്രമേ ഉള്ളായിരുന്നു. ബട്ട് ദിസ് വാസ് എ ബ്യൂട്ടിഫുൾ റോഡ്. ആൻഡ് കഴിഞ്ഞ 4 വർഷം മുമ്പെയാണ് ഇത് സെക്ടർ ഓപ്പൺ ആയത് ആക്ച്വലി. സോ ടിൽ ദെൻ nobody even knew about this ഹാൻലെയും ഉംലിംഗ്ലയും ഈ പറഞ്ഞ സോമൂറിരി. ഇതൊന്നും പണ്ടത്തെ ആൾക്കാർ പണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഇതൊന്നും ഓപ്പൺ ചെയ്തിട്ടല്ലല്ലോ. ഇറ്റ് നോട്ട് ഓപ്പൺ ടു പബ്ലിക്. ഇറ്റ് വാസ് റീസെൻ്റ്ലി ഡൺ 4-5 years ബാക്ക്. ആ മലയിൽ കുറച്ച് മഞ്ഞ് വീണിട്ടുണ്ട്, ബാക്കി മലയെല്ലാം ഡ്രൈ. അതാ ഉണ്ടോ, ആ മലയിലൊക്കെ കുറച്ച് മഞ്ഞ് ചെയ്തിട്ടുണ്ട്. ഗുഡ് തിങ്സ് അബൌട്ട് ദിസ് റോഡ്, ഗുഡ് റോഡ്സ്, നല്ലപോലെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദർ ഇസ് നോ ട്രാഫിക് ആൻഡ് ഇറ്റ്സ് എ വെരി വെരി ഗുഡ് തിങ്. ട്രാഫിക് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് സുഖമായിട്ട് ഓടിക്കാം. നമുക്ക് 100 കിലോമീറ്ററൊക്കെ ഒന്നുമല്ല ഈ റോഡിൽ 2 മണിക്കൂറിൽ തീർക്കാന്ന് പറയുന്നത്. ഇന്ന് നല്ല ക്ലൗഡി വെതറും കൂടെ ആയതുകൊണ്ട് നത്തിങ് ആക്ച്വലി ഈസ് ഇറ്റ്സ് നോട്ട് വെരി സണ്ണി, ഇറ്റ് ഇസ് നോട്ട് വെരി ഹോട്ട്, അതൊന്നുമല്ല. ഇറ്റ്സ് എ വെരി പ്ലസൻറ്റ് വെതർ ടു റൈഡ്. ആ ഏറ്റവും ബെസ്റ്റ് പടുകടി. ഞാൻ റോഡ് നേരെ മലയ്ക്ക് പോകുന്ന പോലെ. അമേസിങ് ഫീലിംഗ്, അമേസിങ് ഫീലിംഗ്. മുമ്പിലൊരു ചെറിയൊരു റൈഡിങ് ഗ്രൂപ്പ് പോകുന്നുണ്ട്. എല്ലാം ഫോറിനേഴ്സാണ് തോന്നുന്നത് കണ്ടിട്ട്. പക്ഷേ ഈ അവസാനത്തെ റൈഡർ ഒരു വുമൺ റൈഡറാണ്. വെരി നൈസ് ആക്ച്വലി ടു ഫൈൻഡ് ദർ ഇസ് എ വുമൺ റൈഡർ ഇൻ ദ ഗ്രൂപ്പ്. ആൻഡ് ഷീ ഈസ് റൈഡിങ് ആക്ച്വലി ക്വൈറ്റ് വെൽ. ഞാൻ കുറേ നേരം കൊണ്ട് അവരുടെ പുറയിൽ ടെയിൽ ചെയ്തുകൊണ്ടിരിക്കുക, ജസ്റ്റ് ടു സീ ഹർ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്. ആൻഡ് വെരി വെരി ഐ വുഡ് സേ വെരി സ്പോട്ട് ഓൺ ആണ്. കറക്റ്റായിട്ട് അവർ കേർവ്സിൽ ലീൻ ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് അവർ ബ്രേക്കിംഗ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി എൻജിൻ ബ്രേക്കിംഗ് ആണ്. ഇതൊന്നും വെരി നൈസ്. ഷീ നോസ് ഹൗ ടു ഹാൻഡിൽ എ ബൈക്ക്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇതൊന്നും അവരുടെ സ്വന്തം വണ്ടിയല്ല, എല്ലാം റെൻറ്റഡാണ്. സോ റെൻറ്റഡായിട്ട് പോലും അവരത് നല്ലപോലെ ഓടിക്കുന്നു എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഗുഡ് അച്ചീവ്മെൻറ്റ്. കറക്റ്റ്. സോ നമ്മളിപ്പം മോട്ടോർ സൈക്കിൾ ഓടിച്ച് ലഡാക്കിൽ സിന്ധു നദിയുടെ തീരത്തൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഒരു വലിയൊരു സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകമാണ്. അതായത് പേര് തന്നെ അതിൻ്റെ സിന്ധു നദി സംസ്കാരം എന്നാണ് പറയുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ. ആ ഇൻഡസ് ആണ് ഇപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. 105 ആൻഡ് വി ഹാവ് ടു ഗോ ടിൽ ന്യോമ അറ്റ്ലീസ്റ്റ് ടൈം ബീങ്. ന്യോമ എത്തിയിട്ട് വേണം ലോമ ബ്രിഡ്ജ് പിടിക്കാൻ. ആൻഡ് ദെൻ
we will do an amazing Indus Valley circuit. Just watch out for it. Samay kittuvaanengil we will take the drone and throw it in the air. What a view, man. What a fucking view. This is beyond brilliance. Red, white, brown. Red കണ്ടില്ലേ, റെഡ്, അവിടെ വൈറ്റ് മല, ഇവിടെ ബ്രൗൺ മല, പിന്നെ കുറച്ച് പച്ച. എന്ത് സൂപ്പറാണ്. വലിയൊരു പാറക്കല്ലാണ് റോഡിൻ്റെ ഇടയിൽ കയറി നിൽക്കുന്നത്. ഭാഗ്യത്തിന് ഒരു വണ്ടിക്കെങ്കിലും പോകാനുള്ള സ്ഥലമുണ്ട്. ഇങ്ങനത്തെ എല്ലാ കാഴ്ചകൾ കാണുമ്പോൾ അത്രയും പേടിച്ചു പോകും. ആലോചിച്ച് നോക്കിയാൽ മേലിൽ നിന്ന് ഒരു വലിയൊരു പാറക്കല്ലിൽ നിന്ന് റോഡിൻ്റെ ഇടയിൽ കിടക്കുക. വരുന്ന വഴിക്ക് ഇതാ ഒരു ഭയങ്കരമായ ആക്സിഡൻറ്റ്, ഒരു വണ്ടിയുടെ തലയും കുത്തി കിടക്കുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ ചില കാര്യങ്ങൾ. വയ്യോട് ചോദിച്ചു, ഡു നീഡ് എനി ഹെൽപ്പ്? സോ ഹി വാസ് ലൈക്ക് നത്തിങ്, വി വിൽ ഫിക്സ് ഇറ്റ്. സോ വണ്ടിയൊക്കെ ഒന്ന് റിക്കവറി വാനാന്ന് തോന്നുന്നു ഇതൊക്കെ വന്നിട്ടുണ്ട്. മാൻ, ഹൗവർ ഗുഡ് ദിസ് റോഡ് ലുക്സ്, എത്ര നല്ലതെന്ന് പറഞ്ഞാലും അതിനകത്തുള്ളൊരു ഡേഞ്ചർ, അതായത് ആപത്തെന്ന് പറഞ്ഞ സാധനം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ലെവലാണ്. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു കാഴ്ചയും കണ്ട് നമ്മൾ നല്ലൊരു റൈഡറല്ല, നമ്മളൊരു ഡ്രൈവറല്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് പോകുന്ന ടൈപ്പാണെങ്കിൽ വി വിൽ ജസ്റ്റ് ഗോ ആൻഡ് ക്രാഷ്. നമുക്ക് അവസാനം ഒരു പണിയും കിട്ടി. ഇനി Insta360 ആ മൗണ്ടനും കയറില്ല, അതിൻ്റെ ത്രെഡ് പോയി. ഇനി ആ സാധനം എങ്ങനെയെങ്കിലും ഊരി കളയണം, ഈ ത്രെഡ് ഊരി കളയണം, എന്നാലേ Insta360ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപയോഗം ഉണ്ടാവും. ഇനി ആരെങ്കിലും പോയി കണ്ടുപിടിക്കണം ആക്ച്വലി ഇത് ത്രെഡ് ഊരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞുതരും, ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി. അങ്ങനെ അവസാനം ചുമട്ടാങ് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഹോട്ട് സ്പ്രിംഗ് ആണ്. പനാമിക്കിൻ്റെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കത് ഓർമ്മയുണ്ടായിരിക്കും. ഹോട്ട് സ്പ്രിംഗ്, അതായത് ഭൂമിയുടെ അകത്തുനിന്ന് തന്നെ ചൂടുവെള്ളം, അത് നല്ല തിളച്ച ചൂടുവെള്ളമാണ് വരുന്നത്. അതിവിടെ എവിടെയോ അടുത്തുണ്ട്, എനിക്കറിയത്തില്ല. ആ ഹോട്ട് സ്പ്രിങ്സ് അകത്തോട്ട്, കറക്റ്റ് അകത്തോട്ട് പോയാൽ മതി. അപ്പോൾ അവിടെ തന്നെ കിട്ടും ഈ പറഞ്ഞ ഹോട്ട് സ്പ്രിംഗ്. അപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ യു ക്യാൻ ആക്ച്വലി എൻജോയ് എ ബിറ്റ് ഓഫ് hot water in a natural setting. Yeah, it's a very good feeling, I would tell you that. ഒരു ഇമ്പോർട്ടൻറ്റ് ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ന്യോമ 25, മാഹെ 5, ചുഷുർ 83, സൊമൂരിരി, ഡിബ്രിങ്, സർച്ചു. ഈ സർച്ചു എന്ന് പറയുന്നതാണ് ഒറിജിനൽ മണാലി റൂട്ട്. സൊമൂരിരി ഇങ്ങോട്ട് തന്നെയാണ്. നമുക്ക് പോകേണ്ടത് ന്യോമ മാഹെ ആയതുകൊണ്ട് ആ മാഹെ ജംഗ്ഷനിൽ നിന്നാണ് ഈ പറഞ്ഞ സൊമൂരിരി, ഡിബ്രിങ് ആൻഡ് സർച്ചു എന്ന് പറഞ്ഞ ടേൺ വരുന്നത്. പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് പോയി, അതായത് ന്യോമയിൽ തന്നെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ ചുഷൂൽ എന്ന് പറഞ്ഞ സ്ഥലവും എത്തും. സോ ലെറ്റ്സ് കീപ് ഗോയിങ്. എന്തായാലും ഈ ഒരു ബോർഡ് കണ്ടത് നല്ലതായി, കാര്യങ്ങൾ പറയാൻ പറ്റുമല്ലോ. 20 minutes later. സോ നമ്മളിപ്പോൾ മാഹെ വില്ലേജ് എത്തിയിരിക്കുകയാണ്. മാഹെ വില്ലേജിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ 4200 മീറ്റർ, അതുകൊണ്ട് നല്ല ഓക്സിജൻ്റെ കുറവുണ്ട്. ഈ വഴി പോവുകയാണെങ്കിൽ നമുക്ക് കക്സാംഗ്ല പിടിച്ച് നേരെ ചുഷൂലിൽ പോകാൻ പറ്റും. കക്സാംഗ്ല ഒരു പാസ്സാണ്, ഡയറക്റ്റ്ലി പോകാം. റസാംഗ്ല, അവിടെയാണ് ബാറ്റിൽ ഓഫ് റസാംഗ്ലയൊക്കെ നടന്നത് ഒരു കാലത്ത്. 1965 ഇൻഡോ ചൈന വാറിലെ റസാംഗ്ല ബാറ്റിലൊക്കെ. അതൊക്കെ ഇവിടുന്ന് 85 or 90 കിലോമീറ്റേഴ്സാണ്. വളരെ ചരിത്രപ്രധാനമായ ഒരു റൂട്ടാണ് ഇത്, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നമുക്ക് പോകേണ്ടത് എന്തായാലും സ്ട്രെയിറ്റ് ആണ്. സോ വി വിൽ ഗോ സ്ട്രെയിറ്റ്. കക്സാംഗ്ല പോകാൻ ആഗ്രഹമുള്ളവരിൽ യയാട്സു എന്ന് പറഞ്ഞൊരു യയാട്സു അത് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എ സ്മോൾ ഒരു പോണ്ട് പോലത്തെ ഒരു സാധനമാണ്, അതായത് ഒരു തടാകം. അവിടെയൊക്കെ പോകാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ റൂട്ടിൽ പോകണം. സോ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഇന്ത്യയുടെ ഭാഗമാവാൻ്റെ കാരണം ലോഡ് ഓഫ് ബാറ്റിൽ വെർ ഫൗട്ട് ഇൻ 1965 വാർ. ഈ ചുഷൂലൊക്കെ ചൈനക്കാരെ എന്നേ എടുത്തുകൊണ്ട് പോകണ്ടായിരുന്നു. പക്ഷേ അത് നമ്മുടെ ഇന്ത്യൻ പട്ടാളം അത് ഭയങ്കരമായിട്ട് പോരാടി എതിർത്ത് നിന്നതുകൊണ്ട് മാത്രമാണ് അതൊക്കെ ഇപ്പോഴും നമ്മുടെ കയ്യിലുള്ളത്. ബ്രേവ് സ്റ്റോറീസ് ഓഫ് ദിസ് ലാൻഡ്. എന്തായാലും വി ആർ ജസ്റ്റ് കണ്ടിന്യൂയിങ്. മാർസ് ഇത് ഭൂമിയിലുള്ള സ്ഥലമൊന്നുമല്ല. ലുക്ക് അറ്റ് ദ കളർ ഓഫ് ദി മൗണ്ടൻസ്. It looks like I am driving through some I don't know where. മാർസിലെത്തിയോ ഞാൻ. വണ്ടർഫുൾ ലൊക്കേഷൻ. ടൈഗർ ഗ്രൂപ്പും BMW ഗ്രൂപ്പും ആണല്ലോ. വെരി നൈസ്. സോ ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്, കണ്ടില്ലേ? സത്യത്തിൽ ഇവിടെയൊക്കെ ഒരു ഡ്രോൺ പറത്തി ഇതിൻ്റെയൊക്കെ ഒരു ബ്യൂട്ടി ആസ്വദിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ സമയമില്ലാതായിപ്പോയി. ഒരു 2 മണിക്കൂർ കയ്യിലുണ്ടായിരുന്നെങ്കിൽ 100% ഇവിടെ നിന്നൊരു 20 മിനിറ്റ് ഞാൻ ഡ്രോണൊക്കെ അവിടെ ഫ്ലൈ ചെയ്ത് ഒന്ന് ശരിക്കും ഒരു ഷോട്ടൊക്കെ എടുത്തേനെ. മൈ ഗുഡ്നസ്, വാട്ട് എ പ്ലേസ് മാൻ, വാട്ട് എ പ്ലേസ്. ലാൻഡ്സ്കേപ്പ്, അമേസിങ് ലാൻഡ്സ്കേപ്പ്. അമേസിങ് ഇസ് ദ വേർഡ് മാൻ. അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ സ്പീഡൊക്കെ കുറഞ്ഞത് 70 km/h സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുക. സോ ഗൈസ്, വിത്ത് ദാറ്റ് ടൈം ഇസ് 1:40.
ഈ ഒരു സമയത്ത് നമ്മൾ അവസാനം എത്തിയിരിക്കുന്നത് ന്യോമ വില്ലേജിലാണ്. കാലങ്ങളിൽ, അതായത് വിതിൻ ഫ്യൂ മന്ത്സ് മേ ബി ഇവിടെ വലിയൊരു എയർഫോഴ്സിൻ്റെ എയർബേസ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. സോ മേ ബി ഫ്യൂച്ചറിൽ എയർ സ്റ്റേഷൻ, അതായത് എയർപോർട്ട് പോലും ലഡാക്കിന് കിട്ടാൻ പോകുന്ന വേറെ എയർപോർട്ട് പോലും ഈ ഒരു ഭാഗത്താവാം എന്നുള്ളൊരു സാധ്യതയുണ്ട്. ന്യോമയിലൊരു മോണസ്ട്രി ഉണ്ട്, അവിടെ കാണുന്ന വലിയൊരു മോണസ്ട്രി. കാരണം 1-2 ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡൊക്കെ കഴിക്കാൻ കിട്ടും. വേണമെങ്കിൽ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാം. എനിക്കിപ്പം ഫുഡ് കഴിക്കാനുള്ളൊരു മനസ്സില്ല. ബിക്കോസ് വി ഹാവ് ടു ക്ലൈംബ് ലിങ്. പെട്രോൾ പമ്പ് വന്നു കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ വേറെ പെട്രോൾ പമ്പ് ഒന്നുമില്ല ഈ ഏരിയയിൽ. സോ ഇവിടെ വെച്ച് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യുന്നതായിരിക്കും. ഫുൾ ടാങ്ക് എത്രയാണ് അടിക്കേണ്ടത് മാക്സിമം അടിച്ചിട്ട് ഇവിടെ നിന്ന് പോകും. ദ വേൾഡ്സ് ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് റീറ്റെയിൽ ഔട്ട്ലെറ്റ് 13,684 feet. കണ്ടില്ലല്ലോ? ഓയ്യോ, അത്രയും ഹൈറ്റിലുള്ള ഇതാണ് ലാസ്റ്റ്. ഈ ഈസ്റ്റേൺ സെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ഇനി വേറെ എവിടെയും പെട്രോൾ പമ്പ് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ വരിക, ഇവിടെ തന്നെ പെട്രോൾ അടിക്കുക. വാ, ലാസ്റ്റ് പെട്രോൾ അടിക്കാം നമുക്ക്. പെട്രോൾ എന്തൊരു തോന്നിയാസം. ചെറിയൊരു പണി കിട്ടി. പെട്രോൾ അടിക്കുന്ന ആൾ ഇവിടെ ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, ജസ്റ്റ് ഇവിടെ സ്ലൈറ്റ്ലി ഒരു മീൽസ് കഴിച്ചിട്ട് വരാം. ഫുഡ് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ലെറ്റ്സ് കം ബാക്ക് ഫിൽ പെട്രോൾ. ബിക്കോസ് ഓൾറെഡി കുറേ പെട്രോൾ പോയിട്ടുണ്ട്. 170-80 കിലോമീറ്ററോളം ഞാൻ ഓടിച്ചു. സോ നൗ വി നീഡ് ടു ഫിൽ പെട്രോൾ. സോ അതില്ലാതെ മുമ്പോട്ടുള്ള യാത്ര ജസ്റ്റ് നോട്ട് പോസിബിളാണ്. ഇവിടെ ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. തൽക്കാലം ഇവിടെ നിന്ന് നമുക്ക് ഫുഡ് അടിക്കാം. എന്തെങ്കിലും കിട്ടുമായിരിക്കും, അത് മതി. ഓക്കെ, ശരി എന്നാ. അയ്യോ, എന്നാ ലുക്കായി സ്ഥലത്തിന്. ഒരു ഡ്രോൺ എടുത്ത് പറത്തി നോക്കിയാലോ.